ജമീല അതേ മയക്കുള്ളൊരു നോക്കിയെന്ന് ലക്ഷക്കുന്നതേ ഉള്ളൂ. അതിനത്ര പ്രായമൊന്നും ആയിട്ടില്ല. ഇവിടെ പല ആൾക്കാരും കർപ്പിച്ച പോലെ അല്ലാത്തൊരു കഥ. എന്തിനാ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ആർക്കും അറിയില്ല. പക്ഷേ നമുക്കൊരു കാര്യം ഉറപ്പാണ്, ഇതുകൊണ്ട് വല്ലതൊക്കെ നടക്കും ഉറപ്പായിട്ട്. വനം മന്ത്രി വീണ്ടും വീണ്ടും അയാൾ എന്തായാലും നീച്ചകിണ്ട് എന്നുള്ളതല്ലേ. മുഖ്യമന്ത്രി യൂട്ടേൺ അടിച്ചു. ഇതെന്താ സംഭവം? ഇയാളെ തള്ളലുകൊണ്ട് കേരള അതിർത്തിയിൽ വന്നിട്ട് കപ്പൽ 2 കട്ടിയത്. ഇയാളെ ഇടങ്ങാറുണ്ട്, എല്ലാത്തിനും പ്രശ്നമാണ്, എല്ലാ ഇടങ്ങാറും. ആകെ ഒരു ഹലാക്കുറിച്ച കാലഘട്ടം. പത്രത്തിൽ ഇങ്ങനെ നോക്കായി എന്നല്ല, ഓരോ സാധനത്തിനും ഭയങ്കര മാർക്കറ്റാണ്. എന്റെ പെണ്ണുങ്ങളായിട്ട് ഞാൻ അടക്കാറായി നമുക്കെല്ലാം അറിയുള്ളൂ. അടുക്കളക്കൊക്കെ ഭയങ്കര ചൂടാണ്. ആണ്ട് ചെല്ലാൻ പറ്റില്ല. ഓള് ചോദിച്ചാ നിങ്ങൾ ആരാ? ഞാൻ ചൂടത്തുനിന്നാണ് കയറിച്ചത്. അപ്പൊ ഞാനും ചോദിച്ചോളോട് ഇതാരാ? കോള് ഇടക്കിടക്ക് എന്നോട് ചോദിക്കും. ഈ കോളി പറ്റൂല, ഓക്ക് ഇനിയും പറ്റൂല. ആ ജാതി എടങ്ങാറുടിച്ച കാലഘട്ടം. ലത്തീഫ് സാഹിബ് അല്ലത്, നമ്മളൊക്കെ ഒപ്പം പഠിച്ചതാ. ആ എവിടെയാണാവോ എനിക്കെന്നറിയാം. സ്കൂൾക്കൊന്നും പോയിട്ടില്ല. വല്ലാത്തൊരു കാലഘട്ടം. ഇത്ര നേരായി ഞാൻ അവിടെ വന്നിട്ട് ആ പമ്പർന്നോള് എവിടെയെങ്കിലും അന്തം വിട്ട് നോക്കിയിട്ടുണ്ടാവും. ബലൂലോട് ഓളങ്ങ കളിയില്ലേ നമ്മളെ പെണ്ണുങ്ങളാ. എന്നാലും വട കിട്ടിയാൽ ഒന്ന് കെട്ടാൻ കൂടിയില്ല. ആഹാരക്കാരും ഉണ്ടാവൂല, കൂതി തീരാത്ത മനുഷ്യന്മാരുണ്ടാവും. നേരായി പമ്പർന്നോളെ ഇവിടെ വന്നിട്ട് ഒരു ചായന്റെ വെള്ളം കിട്ടുമോ? എന്താ മനുഷ്യങ്ങൾ കിടന്ന് കാറിന് കുറെ നേരമായാലും നിങ്ങൾ അവിടെ കിടന്ന് കാറല്ലോ. എത്ര നേരമായി എന്നെ വിളിച്ചിട്ട് ഒരു ചായന്റെ വെള്ളം തരാൻ ഒന്നിനാത്രം പോകുന്ന ഞാൻ ഇവിടെ എനിക്ക് കണ്ടൂടെ? നാട്ടുകാരുടെ അടിയിൽ ഇന്ന മാനക്കെട്ടല്ല, ഞാൻ വായി നോക്കുന്ന ആളാണല്ലോ. കേട്ടോ എവിടെയെങ്കിലും മധുരം ഉണ്ടാവണെങ്കിലേ പഞ്ചസാരക്കൊക്കെ എന്താ വില നിങ്ങൾക്ക് അറിയില്ലേ? തീപിടിച്ച വിലല്ലേ? ഓളെ വർത്താനം കേട്ടിട്ട് ഓളെ അവിടെ പഞ്ചാരം ഉണ്ടെന്ന് വിചാരിച്ചു. പഞ്ചസാരക്ക് എന്താണല്ലേ എന്താണ് ചോദിച്ചത്? ഇവിടെ ഇവിടെ തീപിടിച്ച വില ഇല്ലാത്തത്. ഒരു കാലത്ത് ഒരു തക്കാളി താളിച്ചത് കൂട്ടാൻ പൂർത്തിയായ ഒരു കാലം ഉണ്ടായിരുന്നു. 100 റുപ്യന്റെ മേലെ വെളുത്തുള്ളിയോട് ഉയിഞ്ഞങ്ങിയിട്ട് ഞാനൊക്കെ ചാറുണ്ടാക്കിയത് 300 റുപ്യ 400 റുപ്യ. ഇപ്പ് തൊട്ട് കർപ്പൂരം വരെ മുഴുവൻ സാധനത്തിനും വില കൂടി. ഞാൻ റേഷൻ കാർഡ് ആയിട്ട് നമ്മളെ മാവേലിക്കോട് തന്നെ എന്താ സ്ഥിതി അറിയുന്നത്? ആകെ ഒരു സാധനം മാത്രമുണ്ട്, സ്റ്റോക്ക് ഇല്ല. അവിടുത്തെ പെണ്ണുങ്ങളൊക്കെ നല്ല ചുണ്ടാപ്പിട്ടൊക്കെ ഇരിക്കുന്നത് നല്ല വരയ്ക്കന്നെ. പിന്നെ ആരാണ് ഇന്നെ തല്ലി വരാൻ ഇവരല്ലാതെ? ഇന്നോടൊക്കെ പേര് മാറ്റി പറഞ്ഞ ആശാക്കും പേരിട്ടരി. നമ്മളൊപ്പം പഠിച്ച നാരായണന്റെ മോള ആശ. ഓ അക്കാള നല്ല വിവരമുള്ളത്. എന്ത് കാര്യമില്ല പറഞ്ഞത്? തിരുവനന്തപുരത്ത് പോയ കഥ ചെന്ന് പറയണ്ട. ഞാൻ ആ ബുക്കിന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് ശരിയാക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയി. മയക്കാലല്ലേ എന്നുള്ള എനിക്ക് ഒരു കറുത്ത കുട കൈക്ക പിടിച്ചു. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്തിയപ്പോ പോലീസിനെ പിടിച്ചു. മുഖ്യമന്ത്രി ഔത്തുണ്ട്, കറുത്തത് പറ്റും. പച്ച തമ്പുരാനെ കുട കറുത്തതല്ലാതെ പിന്നെ ഞാൻ ഏത് കൊടയിട്ടാ പോണ്ടി?
കറുത്ത കൂടെ പറ്റൂല, കറുത്തത് പറ്റൂല. ഒരു മനുഷ്യന്മാര് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കുക, കണക്ക് പുറത്ത്. ഇങ്ങനത്തെ ഒരാളെ നമ്മൾ ജീവിതത്തിൽ കണ്ടേക്കണം. ഇതൊന്ന് ആലോചിച്ചൊക്കെ 10-12-13 മണിക്കൂർ ഒരു മനുഷ്യൻ നിന്ന നിപ്പില് പാവപ്പെട്ടവർക്ക് ആനുകൂല്യം ചെയ്തൊരു കാലുണ്ടായി. മുഴുവൻ ആൾക്കാർ അടുത്തേക്കാൾ ചെന്നിട്ട് കല്ലെറിഞ്ഞവരോട് വരെ ചിരിച്ചിട്ട് പറഞ്ഞു, സാഹചര്യടാ ഞാൻ എന്നോട് പൂർത്തിക്കുന്നു എന്ന് പറഞ്ഞ നല്ലൊരു മനുഷ്യപ്പെടണ്ടേ. അയാൾ ഭരിച്ചോട്ടാണ് ഈ കാര്യം കട്ടക്കാലം വന്ന് കൂട്ടിയത്. അന്റെ പാപ്പാന്റെ സ്വതേ സ്വഭാവം തന്നെ കടിച്ചു തിരിഞ്ഞു. ഇവിടെ കടിച്ച് എന്ന് തുടങ്ങിയത് എന്റെ ഇറങ്ങാറ്. ഉണ്ടിലേക്കൊരു ചെറുപൻ പുള്ളിമാനെ വേട്ടയാടി കൂട്ടിയിടാൻ മോഹമുണ്ട് ഇപ്പോഴും. ഇടയ്ക്കിടെ ഈ കടകടകട ലൊക്കട വണ്ടി ഒടുക്കം വരെ ഒന്നാനാണ് രോഗം. ഒരു കാര്യം, ആശമാര സമരം എത്ര ദേശം ചെന്ന് ആലോചിച്ച് നോക്ക്. പെണ്ണിന്റെ ഏറ്റവും വലിയ അയകല്ലേ കതീശോ മുടി അല്ലേ? ആ മുടി വരെ ഇരുന്ന് ആ മുടി വരെ പഠിച്ചിട്ട് പ്രതിഷേധിച്ചിട്ടും ഒരാൾക്കും കണ്ണീര് കൊടുത്തു. ഇവർ ആ കിതാബുണ്ടല്ലോ, ഇവര് അധികാരത്തിൽ വരാൻ വേണ്ടി ഉപയോഗിച്ചൊരു കിതാബ്. കൊല്ലം എന്ത് കൂട്ടും? പെൻഷൻ കൂട്ടും. കൊല്ലം പെൻഷൻ കൂട്ടും. 2021 ശേഷം ₹1 കൂട്ടിയേക്കണം. അത് പറഞ്ഞാൽ ₹1 കൂട്ടിയിട്ടില്ലാതെ മാത്രമല്ല, ഉള്ളവർക്ക് ഇത് കൊടുക്കുന്നുണ്ട്. ആർക്കത് മര്യാദക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇവര് ആ പ്രകടന പത്രികയിൽ പറഞ്ഞു ഇത് അങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, ആശമാർക്ക് അത്തറാക്കും കൊടുക്കുന്നുണ്ട. അതിന് ഐറ്റങ്ങളവിടെ സമരം ചെയ്യാൻ ഒരിപ്പോ നെൽമൂര് വന്നിട്ട് നമുക്ക് ഏതായാലും ഗുണം ചെയ്യും. പഠിച്ച തമ്പുരാനെ, ഞമ്മക്കൊക്കെ ഒരു കാലം തരും. എത്ര നല്ല കാലം പറയുന്നത്. നമ്മൾ നിൽക്കുന്നത് നിലമ്പൂര് ലോക പ്രശസ്താണ്. ഏറ്റവും വലിയ തേക്ക് അല്ലെ? ചാത്തുമേനോന്റെ തേക്കിന്റെ ഉഷാറുണ്ട്. നിലമ്പൂര് വലിയ കഥ പറയുകയാണെങ്കിൽ മുമ്പ് ഒരു മൂലയിൽ വയലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇസ്മായിൽ നബിന്റെ സുലൈമാൻ നബിന്റെ കൊട്ടാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിലമ്പൂരത്തെ തേക്ക ഉപയോഗിച്ചിട്ടുണ്ട്. എന്റെ പേര് അല്ലാതെ വേറെ മൂന്നാമതൊരു പേര് അറിയോ? പറഞ്ഞു തന്നിട്ടില്ല, എപ്പോഴും പറഞ്ഞോളാം. ഏതായാലും നിങ്ങൾ ആലോചിച്ച് നോക്കാൻ എത്ര നല്ല കാലഘട്ടം. നമ്മളെ ആര്യാടെ സ്വന്തത്ത് ബാപ്പുട്ടി എനിക്കും എഴുതാൻ വായിച്ചാനറിയില്ല. ലവ് ബേർഡ്സ് കൂട്ടിലിട്ട വൈകി നമ്മളിങ്ങനെ അതുകൊണ്ട് നോക്കിക്കുന്നല്ലാതെ വല്ലതും വായിച്ചാനറിയും. ഇവളോട് ഞാൻ ചോദിച്ചു പാക്ക് വള്ളിക്കാല എങ്ങനെയാണ്? അപ്പോൾ പാവള്ളിയാണ്. ഞാൻ പൂക്ക് വള്ളിക്കാരനാന്ന് ചോദിച്ചാൽ നന്നായി. വേറെ എന്തെങ്കിലും ഒക്കെ പറയില്ലപ്പോഴും ഒന്ന് ആലോചിച്ച് നല്ലൊരു കാലഘട്ടം. അങ്ങനെയല്ലേ എല്ലാവർക്കും 4ാം ക്ലാസ് എന്നിട്ട് എഴുത്തും വായനും പഠിപ്പിച്ചു കൊടുത്തിട്ട് അങ്ങനെയല്ലേ നമ്മൾ ചെമ്പൂർ ചന്തക്കൊന്നും മഞ്ചേരി പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നത്. ആ കാലം ലത്തീഫ് സാഹിബ് എന്നൊന്ന് ആലോചിച്ചോ കാര്യം. അതിനാണെന്ന് രാഷ്ട്രപതിന്റെ അടുത്ത് നമ്മളെ ബാപ്പുട്ടി അവാർഡ് വാങ്ങിയത്. ഏറ്റവും നല്ല പഞ്ചായത്ത് പ്രസിഡന്റിനും ഏറ്റവും നല്ല പഞ്ചായത്ത് അവാർഡ്. അപ്പൊ അയാളെ തലയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂലേ? അയാളൊക്കെ നിയമസഭയിൽ പോണ്ട. ഇനി വേണ്ട നമ്മളെ മൂത്ത കുഞ്ഞിമോന് ഓപ്പൊന്നും കേൾക്കൂല. 8ാം ക്ലാസ് തോറ്റിക്കഴിഞ്ഞു. ആ തോറ്റിക്കണ ഓനെ 8ാം ക്ലാസ് തോറ്റാലും വേണ്ടില്ല, ജയിച്ചാലും വേണ്ടില്ല, എല്ലാരും 10ാം ക്ലാസ് ഉണ്ടാകണം എന്നിട്ട് എന്തോ സാർ ഒരു പദ്ധതി ഉണ്ടല്ല ബാപ്പുട്ടി നഗരസഭ ആ ജോലി ഓളൊരു എൽബൊക്കെ ഞാൻ ഓളത് കെട്ടിയാലോ അല്ല ഒഴിവാക്കി എന്നെക്കാട്ടി നല്ലത് ഓളോ ജ്യോതിർഗമയ. അന്നാണ് ബാപ്പുട്ടി ഇന്ത്യയിലെ ഏറ്റവും നല്ല നഗരസഭകൾ അവാർഡ് വാങ്ങിയത്. യുനിസെഫിന്റെ ഫണ്ട് മാത്രമല്ല, നമ്മളൊക്കെ മുറ്റത്ത് കാണുന്നതിന് മുമ്പ് മാനത്ത് കാണുന്നതിന് മുമ്പ് മുറ്റത്ത് പോയിട്ട് ബാപ്പുട്ടി 60 വയസ്സായവർക്കും മുഴുവൻ ഫ്രീ ആയിട്ട് മരുന്ന് കൊടുത്തി. അങ്ങനത്തെ ഒരു പദ്ധതി. പിന്നല്ല വയോമിത്രം മറ്റേ മിത്രമൊക്കെ വന്നത്. എത്ര പദ്ധതി. സുഖമില്ലാത്ത കുട്ടികൾക്ക് മരുന്നേറ്റ് മടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ബാലസുരക്ഷ എന്നൊരു പദ്ധതി. 1000 വീട് എന്നിട്ടൊരു പദ്ധതി. ആദ്യമായിട്ട് എല്ലാരും ISനെ കുറിച്ച് ആലോചിക്കുമ്പോ ആദ്യമായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയിട്ട് അതിന് വേണ്ടി പദ്ധതി വന്ന ആളാണ് നമ്മളെ ബാപ്പുട്ടി. നിങ്ങളൊക്കെ ഗേറ്റ് ഉണ്ടെന്നില്ല, നിങ്ങളൊക്കെ ഗേറ്റ് ഉണ്ടെന്നില്ല. നിങ്ങൾ മറ്റേ ഗേറ്റ് ഉണ്ടാവും. എന്താ എത്ര ഗേറ്റ് ഒക്കെ ഉണ്ട്? ഓളം പോത്ത് നോക്കിക്ക. ഞാൻ ചോദിച്ചു
ലാസ്റ്റ് മറുപടി കൈന്റെ പൊട്ടിക്കണോ ഞാൻ മാറി ഒന്ന് കെട്ടാനായിട്ട് സംഭവിക്കൂല, എന്നാ പോയിട്ട് പോകൂല. നമ്മളൊക്കെ ഗേറ്റ് കണ്ടെത്തിനാ, നിങ്ങൾ ഗേറ്റ് കണ്ടെത്തിനാ സുരക്ഷക്ക് അല്ലേ? തുറക്കാനും അടക്കാനും. എന്നാലേ ബെച്ചിന്റെ ദിവസം പൂട്ടാത്തൊരു ഗേറ്റ്, പെക്ക് ഗേറ്റ് ഉണ്ട്. ബെച്ചിന്റെ ദിവസം ഇന്നേ വരെ പൂട്ടാത്തൊരു ഗേറ്റ് ഉണ്ട്. കതീസോ ഏതാ എനിക്കറിയോ? ഇന്ത്യ ഗേറ്റ് അല്ല, നമ്മളെ നിലമ്പൂരെ കുഞ്ഞാക്കാന്റെ വീട്ടിലെ ഗേറ്റ് ഇന്ന് വരെ പൂട്ടിയിട്ടില്ല. ഏത് പാതിരാത്രിക്ക് എപ്പോഴും കേട്ടല്ല. ആ കുഞ്ഞാക്കാന്റെ മോനാണ് ബാപ്പുട്ടി. ബാപ്പുട്ടി വന്നതിന് ശേഷം ആ ഗേറ്റ് ഇന്നലെ പൂട്ടിയിട്ടില്ല. അപ്പൊ നമ്മള് ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ടല്ലേ എന്റെ കതീശ പൂട്ടിയത് അല്ലേ? ഓക്കെ, ഏതായാലും വന്നു നിലമ്പൂരല്ലേ, ഇവിടെ ഏതെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഞാൻ അതൊക്കെ പറയുമ്പോൾ പൂലഞ്ചേരിന്റെ ഭയങ്കര അല്ലേ തന്നെ എന്നെ നോക്കിയാക്കാം. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. വല്ലാത്തൊരു കാലം ആ ഉമ്മൻചാണ്ടി ഭരിച്ചിന്റെ ഒരു കാലം അല്ല. ഇപ്പൊ നിലമ്പൂർ എത്താറുള്ളത് ആ കുഞ്ഞാക്ക പറഞ്ഞ പദ്ധതി അല്ലാത്ത വേറെ വല്ല പദ്ധതി പറയണ്ട, ഒരു പദ്ധതിയില്ല. അപ്പോ നമ്മളെ നാടിനെ രക്ഷിക്കാൻ നമ്മളെന്ത് ചെയ്യണം? കൈപ്പത്തിക്ക് വോട്ട് ചെയ്യണം. ആർക്ക് വോട്ട് ചെയ്യണം? ആര്യാണ് ഷൗക്കത്തിന്? എഴുത്തുകാരൻ, പ്രഭാഷകൻ, നല്ല വായനയുള്ള ആള്, നല്ല ചിന്തയുള്ള ആള്. കണ്ട, മുഖ്യമന്ത്രിന്റെ വീട്ടിലെ തൊഴുത്തിൽ 3 ലക്ഷം റുപ്യക്ക് പാട്ട് വെക്കാൻ മ്യൂസിക് കമ്പോസ്. ഇത് ആർക്ക് കേൾക്കാനാ? മുഖ്യമന്ത്രിന്റെ പൈക്കക്ക് കേൾക്കാനാണ്. ലിഫ്റ്റ് വെക്കാൻ 7 ലക്ഷം റുപ്യ. ആകെ ഒരു നിലയുള്ളൂ. ക്ലിപ്പ് ഹൗസിന് ലിഫ്റ്റ് വെക്കാൻ 7 ലക്ഷം റുപ്യ. PSC മെമ്പർമാർക്ക് വാരിക്കോരി കൊടുക്കാം. എന്നാല് നമ്മളിവിടെ നാട്ടിലെ പാവപ്പെട്ടവർക്കുണ്ടായിരുന്ന കാരുണ്യ പദ്ധതി നിർത്തലാക്കി, പാവപ്പെട്ട ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ നിർത്തലാക്കി. എനിക്കറിയോ, എന്റെ പെങ്ങള് സുലൈഖാക്ക് ഒരു ചെക്കുണ്ട്. വർത്തമാനം പറയാൻ കേൾക്കൂല, കൊണ്ടുപോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല. അവസാനം ഡോക്ടർമാര് പറഞ്ഞു, നിങ്ങൾ ഒരു കേൾക്കാനുള്ളതല്ല യന്ത്രം വാങ്ങിക്കൊടുക്കുക. ലക്ഷക്കണക്കിന് ഉൾപ്പെടായ യന്ത്രത്തിന് കൂലിപ്പണിക്കാരനായ ഞാൻ എടുത്തു പോകും. അപ്പോഴാണ് നമ്മളെ MLA കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അടുത്ത് ഞങ്ങൾ പോയി. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, അതുകൊണ്ടൊന്നും ബേജാറാവണ്ട, നമ്മളെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിന്റെ നേതൃത്വത്തില്, മുനീർ സാഹിബിന്റെ നേതൃത്വത്തില് ഒരു പദ്ധതി തുടങ്ങിയിരിക്കുന്നു, ശ്രുതി തരംഗം. ആയിരക്കണക്കിന് കുട്ടിയാക്ക ആ സാധനം വെച്ചത്. ആദ്യമായിട്ട് വിളിച്ചത് എന്റെ പെങ്ങളെ കുട്ടി ആദ്യമായിട്ട് വിളിച്ചത് ഉമ്മാന്ന് വിളിച്ചു വരുമ്പോ എത്ര സന്തോഷം ഉണ്ടായി. എത്ര സന്തോഷം ഉണ്ടായി. അങ്ങനെ എത്ര പദ്ധതി, എത്ര കാര്യങ്ങൾ. ആ കാര്യങ്ങളൊക്കെ ഒരു നല്ല കാലം. ആ നല്ല കാലം നമുക്ക് തിരിച്ചു പിടിക്കണം. അതിനിവിടെ UDF വരുന്ന വേണം. ദിവസം റീൽസ് അല്ലേ നമ്മളെ വരുമാന റീൽസ്, ഹൈവേ കൂടെ നടക്കലും, ട്രാക്ക് സൂട്ട് നടക്കലും, ട്രൗസർ ഇട്ട് നടക്കലും, എന്നിട്ട് ഇങ്ങനെ സെൽഫി എടുക്കലും, അങ്ങനെ സെൽഫി എടുക്കലും, ഇങ്ങനെ ആക്കലും, അങ്ങനെ ആക്കലും. ഇത് നമ്മളെ പാത. ഇപ്പൊ എത്രോട്ടാ പൊളിഞ്ഞാടിയത്? ഇപ്പൊ ആരെ കുട്ടിയെന്നുള്ള ആർക്കും ഒരു ബോധമില്ല. നാട്ടിലുള്ള മുഴുവൻ ഹലാക്കുണ്ടായി തുടങ്ങുകയാണ്. പാലക്കാട് കൊലപാതകം കഴിഞ്ഞാൽ നൃത്തം പോയത് കൊടുക്കാം കാട്ടിക്ക്. ചെന്താമരാണ് നൃത്തം കാട്ടിക്കാ പോയത്. കാട്ടിലുള്ള മുഴുവൻ മൃഗങ്ങളും നമ്മളെ നാട്ടിലേക്ക് ഇറങ്ങി. പന്നി, കടുവ, പുലി, മാന്, ഉള്ളിമാന്, പിന്നെ സുലൈമാന് പോയി. ലോകത്തുള്ള കാട്ടിലുള്ള മുഴുവൻ മൃഗങ്ങളും നമ്മളെ നാട്ടിലേക്ക് വരാൻ തുടങ്ങി. എത്രയോ ആൾക്കാരെ ആക്രമിക്കാൻ തുടങ്ങി. ഇതൊന്നും കണ്ടിട്ടും കണ്ണീര് പൊട്ടാത്ത ഈ ആറാം പറപ്പാലയുടെ ഭരണം ഞമ്മക്കൊരു ഷോക്ക് കൊടുക്കാം. കരണ്ട് ബില്ല് കൂടിയാ ഇപ്പോഴും ഞാനും കൂടി പോലീസ് ഇരുന്ന് കണക്കൂട്ടി. പോലീസ് എത്ര നേരം കരണ്ട് കൊണ്ടുവന്നു. രാവിലെ 6 മണിക്ക് തുടങ്ങിയിട്ട് നിങ്ങൾ കേൾക്കണ്ട, 12 മണി വരെ കൂട്ടി നോക്കിയിട്ട് 1.25 മണിക്കൂർ കരണ്ട് പോയി. ഒപ്പം വിളിച്ചാൽ KCBക്കാർ പറയും
ജമ്പർ മാറ്റാണ്, ലൈൻ ഇങ്ങണ്ടാക്കാണ്. ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറ്റിച്ച് നമ്മളെ മുഴുവൻ പറ്റിക്കണ ഈ ഗവൺമെന്റിനെ നമുക്കൊരു പാഠം പഠിപ്പിച്ച വേണ്ടേ? ഐഡിയോടെ കിട്ടുമ്പോ റേഷൻ പിടി ചെന്നാ ഈ വെല്ലക്കാൻ പറയും, ഈ വെല്ലക്കാൻ പറയും, ഇങ്ങനെ ആക്കാൻ പറയും. ഇനി എവിടെ ഞാൻ പറ്റണ്ടി? ഞാൻ 3 ഒന്നായിട്ട് കുത്തിയിട്ടും സർവർ ഡൗൺ ആണ്. അയിലില്ലാത്തൊരു കാലഘട്ടം, പട്ടിണിയുള്ളൊരു കാലഘട്ടം. അതുകൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കിട്ടിയ ചാൻസാണ്. ആൾക്കാർക്ക് പകരം വീട്ടാൻ ഒരു ചാൻസ് വേണം. ആ ചാൻസാണ് നമുക്ക് കിട്ടിയ ചാൻസ്. പരീക്ഷ ഒന്ന് ശരിക്കും പറഞ്ഞു നോക്കേ. അപ്പൊ എല്ലാരും എന്താ വേണ്ടത്? നമ്മളെ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാം. ആരാന്ന് മനസ്സിലായില്ലേ? ആര്യാടൻ ഷൗക്കത്ത്. പറയുമ്പോഴൊരു ആര്യാടൻ ഷൗക്കത്ത് നമ്മൾ വോട്ട് ചെയ്യണം, UDF വോട്ട് ചെയ്യണം. എല്ലാരും അറിയിക്കണം. ചാത്തനും വേലായുധനും ഉണ്ണികൃഷ്ണനും ജോസഫും തലീക്കുട്ടിയും മറിയക്കുട്ടിയും ഫാത്തുമും ഖദീജയും മൈമാക്കി പോക്കരും എല്ലാരും കൂടി ഇങ്ങനെ തോളിൽ കഴിഞ്ഞിട്ട് നടന്ന ഒരു കാലഘട്ടത്തില് ഇപ്പൊ അറിയാതെ നമ്മളോട് മറ്റേ സാധനം കുത്തിവെച്ച് വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒരേ പ്രശ്നങ്ങളും ഇതിലൊക്കെ നമുക്ക് അറിയണം. അതിന് നമ്മളെല്ലാരും ഒറ്റക്കെട്ടായി പാണക്കാട് പെങ്ങന്മാരും UDFന്റെ നേതാക്കളും എല്ലാരും ഒരുമിച്ച് നമുക്ക് ഐക്യ ജനാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കാം. ഒരിക്കൽ ഈ നാട്ടില് കാവുണ്ടാക്കാൻ പറ്റും, ഒരിക്കൽ ഈ നാട്ടില് നന്മ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാരും കൈപ്പത്തിക്ക് 19 നാളത്തെ കാലത്ത് തന്നെ പോയിട്ട് വോട്ട് ചെയ്യണം. ഈ അന്ന് പിന്നെ കുട്ടി ഉറങ്ങിക്കാട്ടെ, മൂപ്പർക്ക് കഞ്ഞി എടുത്താട്ടെ, അത് ഇങ്ങനെ ആക്കിക്കാട്ടെ, അത് അങ്ങനെ ആക്കിക്കാട്ടെ, എന്നെ ഇപ്പോൾ ആൾക്കാരാണ് ഈ കുഴപ്പം. നാളത്തെ കാലത്ത് തന്നെ പോയി അവനാന്നെ വോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമ്മൾ ആൾക്കാരോടൊക്കെ വോട്ട് ചെയ്യാൻ അറിയില്ല. നിങ്ങൾ അറിയോ? ഇതൊന്ന് കച്ചടിച്ചാൽ ചൊറുക്ക് കൂടണി, ചൊറുക്ക് കൂടാൻ നല്ല കച്ചടിച്ചല. ഈ മരിച്ചോടത്തൊന്ന് കച്ചടിച്ചല്ല കട ചൊറുക്ക് കൂടി ഇല്ല. അപ്പൊ അത് നല്ല കുട്ടികളായിട്ട് മാറുക. നമ്മൾ വെറുതെ പറയല്ല, അനുഭവിച്ചോണ്ട് അങ്ങനത്തെ ഒരു ദുരന്തം നമ്മൾ നാട്ടിലുണ്ടായിരുന്നു. അതിന് എല്ലാവരും ഒരുക്കിപ്പോയി ഈ 19. അപ്പോ നമ്മൾ പോട്ടെ, കാണാൻ പറ്റി വലിയ സന്തോഷം. കുറെ കാലമായി ഇവർക്കൊന്ന് കാണാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു ക്ഷീണം പറ്റും. കുഴപ്പമൊന്നുമില്ലല്ലോ, ഒക്കെ 23-ാം തീയതി ശരിയായിക്കോളും കേട്ടാ. ഒരു ക്ഷീണവും വേണ്ട, ഒക്കെ റെഡിയാവും. 23-ാം തീയതി പറഞ്ഞ ദിവസമൊക്കെ നമ്മൾക്ക് സന്തോഷിക്കാനുള്ള ദിവസമാണ്. ചിലവര് കരയും, നമ്മൾ സന്തോഷിക്കും. അങ്ങനെയാണോ? പുതിയ നടക്കുമ്പോ പണ്ടൊക്കെ പെണ്ണുങ്ങൾ തോന്നിച്ചിട്ടാ പോയിന്, ഇപ്പൊ ഒരു പെണ്ണ് ചിരിച്ചിട്ടാ പോണത്. കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണത്തിന് പോയപ്പോ ഒത്തി ചിരിച്ചുകൊണ്ട് കിടപ്പുണ്ട്. അവൻ ഞാൻ ചോദിച്ചു, എന്താണ് എനിക്കെത്താൻ സന്തോഷം? ഒന്നുമില്ല, അമ്മാന്റെ ഇടക്കാരന്റെ കഴിച്ചിലായ സന്തോഷമാണ്. അതിന്റെ ആൾക്കാരുണ്ടാവും. അപ്പോ നമ്മൾ നല്ലോണം സന്തോഷിച്ചിരിക്കണം. അതിന് എല്ലാവരും നമ്മൾ ആര്യാടെ തോട്ടത്തിന് കുഞ്ഞാക്കാന്റെ മോൻ ബാപ്പുട്ടിക്ക് ഇവിടെ റോഡും പാലും തോടും ഇവിടുത്തെ ആസ്പത്രി, ഇവിടുത്തെ കെട്ടിടം, ഇവിടുത്തെ സൗകര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ സംഭാവന. ആ സംഭാവനക്ക് നമുക്ക് ഇനി തിരി കൊടുത്താൽ ഒരുപാട് സാധനമുണ്ട്. ഞങ്ങൾ ആ കനോലി പ്ലോട്ടിന്റെ അവിടുന്ന് ഇവിടെ എത്താൻ 1.25 മണിക്കൂർ എടുത്തു. ഇതാണ് കാലഘട്ടം. അത് ഇലക്ഷന്റെ കാലഘട്ടം ആയതുകൊണ്ടല്ല, എന്നും തന്നെയാണ്. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യണം? അതിപ്പോഴും കടലാസിലാണ് അല്ലെ? തെരഞ്ഞെടുപ്പ് ഒന്ന് വരുമ്പോ പറയും 116 കോടി, നമുക്കൊരു അച്ഛന്നല്ലാതെ ഇന്നലെ ആ കോടിന്റെ ഒരു കൊടുത്തേ കേട്ടിട്ടില്ല. ഇവിടെ വാപ്പ ശ്രീധരൻ തന്ന മയക്ക ഒരു കുന്തും തന്നിട്ടില്ല. അപ്പോഴാ നമ്മളെ വാപ്പുട്ടി പറഞ്ഞത്, ഞാൻ എന്റെ കുട്ടികളെ കെട്ടിച്ചത് ആ ഗ്യാപ്പില. വാപ്പുട്ടി അറിഞ്ഞു, നിങ്ങൾ പേടിച്ചണ്ട, നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്ക് ശ്രീധരൻ മാണ്ടേനും ഇവിടുന്നാണ്ട് കിട്ടൂല കൊടുക്കൂല എന്ന് പ്രഖ്യാപനം നടത്തിയപ്പോഴാണ് ആ വഴിയിൽ ഞാൻ 2 കെട്ടിച്ചത്. അല്ലാതെ എന്റെ സുഹൃത്തുക്കൾക്ക് ആരും ഒരാഴ്ച കുത്താൻ തന്നാക്കണം. നേരെ ഒന്നും ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല. ഇവിടെ നാവില്ലാത്ത നാവ, നല്ല ശ്രദ്ധിച്ചോണ്ടി. ആരെ പറ്റിയ നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നല്ല ഉയ്യാക്കി കഴിയുന്നു. ഇവിടെ ഞങ്ങളെ നാട്ടുകാരൊക്കെ പിരാഗം കൊണ്ടുപോയല്ലേ ഇടയ്ക്ക്. നാളെ പിരാഗം കൊണ്ടുപോയി. അപ്പൊ നെല്ലിന്റെ അടിയിൽ കുറെ കളണ്ട്. ഈ കള പോകാൻ വേണ്ടിട്ട് എന്ത് ചെയ്ത് ഇവിടെ കൊണ്ടുപോയി. അപ്പൊ ഓളിങ്ങനെ മരമ്പത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നെല്ലിന്റെ അടിയിൽ
നല്ലോണം കളുണ്ടെങ്കിലും ഉള്ള നെല്ല് ഒരു ഒന്നൊന്നര നെല്ലാത്തായി പോവാറുണ്ട്. ആ ഉള്ള നെല്ല് പോയി കിട്ടി. അതാണ് ഓണക്കല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മൾ ബാബുട്ടീനെ ജയിപ്പിച്ചാണ്. അതിനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യണം, ബാബുട്ടിക്ക് വോട്ട് ചെയ്യണം. അല്ല, ഈ ദൂരത്തുള്ള ഗവൺമെന്റിന് നമുക്ക് തായറക്കണം. ഒരു അന്തും കുന്തും ഇല്ലാത്ത കുറെ എണ്ണമുണ്ട്. നിങ്ങൾ ആലോചിച്ചാൽ ഈ നവകേരള സദസ് എന്നൊരു സദസ് 10-20 പടി വന്നിനും നെൽപ്പൂര് വന്നിനും ഒരു മനുഷ്യന് ഒരു ദയാ പൈസന്റെ ഗുണം കിട്ടാത്ത ഒരു സദസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സദസ്സന്നെ ഉള്ളൂ. അതിന് മുമ്പ് നമ്മളെ നേതാവ് ഒരു സദസ് നിർത്തി ജനസമ്പർക്ക പരിപാടി കണ്ണീരൊപ്പിയിട്ട് ആൾക്കാർ മടങ്ങിപ്പോയത്. ആ കുട വെച്ച പോൾ അവിടെ കണ്ണി പറയാം അവിടെ കഴിഞ്ഞ നീച്ചു പോകാം. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും കൈപ്പത്തിക്ക് വോട്ട് ചെയ്യണം. അപ്പൊ നമ്മളെ ബാബുട്ടിക്ക് എന്ത് ചെയ്യണം? വോട്ട് ചെയ്യാം, വിജയിപ്പിക്കാം. അതിനെല്ലാവർക്കും എല്ലാവരും സന്തോഷം ഉണ്ടാകട്ടെ. ഞങ്ങൾ പറപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീ കാപ്പൻ നാസറാണ് അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പര്യടനം. ഇന്നലെ 2-3 ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. കാണാൻ കഴിഞ്ഞ സന്തോഷം, ഇവിടെ വരാൻ കഴിഞ്ഞ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും തീർന്നുകൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്തി വിജയിപ്പിക്കണം. നമ്മുടെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കണം. എൻ്റെ പേര് അബ്ദുൾ റഹീം കോട്ടക്കലടുത്ത് കുഴിപ്പുറത്താണ് വീട്. ഇത് പിന്നെ വത്സല മലപ്പുറം മുണ്ടുപറമ്പിലാണ് സ്വദേശി. കുടുംബശ്രീയുടെ ഒക്കെ നിരവധി ചെറിയ ചെറിയ സിനി ആർട്ടിസ്റ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോ എല്ലാവർക്കും എല്ലാവിധ ഇതിന്റെ ചങ്കാണ് മുത്തുമണി മാണിക്കക്കല്ല്. നമ്മളെ കെട്ടാൻ എന്റെ യഥാർത്ഥ പെണ്ണുങ്ങൾ അയക്കൂല. അതാണ് കുഴപ്പം. ഓളോട് പറഞ്ഞപ്പോൾ വന്നപ്പോഴേ കൊലപാതകം നടക്കും. ഒന്നും ഞാൻ നിങ്ങളെ കൊല്ലും, അയക്കാൾ ഇന്നെ കൊല്ലണ്ടേ ഏതെങ്കിലും ഒന്നും നടക്കും പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഉപേക്ഷിച്ചാണ്. കെട്ടാൻ ആർക്കും പൂതി ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി പോവാം. കുടുംബമൊക്കെ നല്ല വർത്താനം പറയാം, അതന്നെ ഏറ്റവും നല്ലത്. അപ്പോഴേ കുടുംബം ഉണ്ടാകും. കൂടുമ്പോൾ ഇമ്പുള്ളതാണ് കുടുംബം. അല്ലാതെ ഭൂകമ്പക്കാരുണ്ടാകുക, ചെന്ത കൂടിയ ഭൂകമ്പം ഉണ്ടാകുക. കാരണം